നമ്മുടെ ഡേ ലെവൽ 88 മൈക്കോജനിലെത്തി അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ട്രാൻഡർ പോലെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റിലെ ബേസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ കാണുമല്ലോ. എന്നാലും സർഫസ് പോലെ അത്ര അടിപൊളിയൊന്നുമല്ല. ജീവിക്കാൻ സർഫസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേയേറെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ക്ലാവികർ കോസ്റ്റ്യൂമിലായതുകൊണ്ടാവാം ജനങ്ങളൊക്കെ ഇദ്ദേഹത്തെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലിയോൺ ഫസ്റ്റും പറയുന്നുണ്ടായിരുന്നല്ലോ ഔട്ട്സൈഡേഴ്സിനെ അവർ അത്ര നല്ല രീതിയിലായിരിക്കില്ല ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ഡേ നേരെ ചെന്ന് കയറുന്നത് ഏതോ സൺമാസ്റ്റർ 18 സ്ഥലത്തേക്കാണ്. അവരുടെ കുറെ ആളുകൾ വന്ന് ഡേയെ ചുറ്റി വളഞ്ഞു. അതെ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല കേട്ടോ, നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുവൊന്നും ചെയ്യില്ല. പറഞ്ഞ് നാവെടുത്തില്ല. 1 2 3 4 ഏരിയയിൽ നിന്നും വെടിവെച്ച് വീഴ്ത്തി. ക്ലാവിജർ മാസ്ക് ഊരി നോക്കിയപ്പോൾ അതേതോ പാവം കിളവനായിരുന്നു. മുന്നോട്ട് പോകുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കി ഡേ ഈ പാവം കിളവനെ പെടുത്തി. ക്ലാവിജർ വെഹിക്കിളും സ്യൂട്ടും എല്ലാം ഇദ്ദേഹത്തിന് കൊടുത്ത് ഇവരെല്ലാം ഡിസ്ട്രാക്ട് ചെയ്ത് ഡേ മറ്റൊരു വഴി മുന്നോട്ട് പോകുന്നു. അപ്പോഴേക്കും സർഫസിൽ നമ്മുടെ ഡെമേഴ്സിലൊക്കെ മേവന്റെ ബോഡിയും കണ്ടെത്തുന്നുണ്ട്. ഡോൺ എംപയർ ഇപ്പോൾ ക്ലാരിയോൺ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡെമേഴ്സിന് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്ലാരിയോൺ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഒരുപക്ഷെ കൗൺസിൽ മെമ്പേഴ്സിനെ കൺവിൻസ് ചെയ്യാനായിരിക്കാം. ഡേ എംപയർ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് ഡെമേഴ്സിന് വ്യക്തമായി അറിയാമെന്നും പുള്ളിക്കാരി പറയുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ ചേസ് ചെയ്ത് പോകാനൊന്നും തയ്യാറാവുന്നില്ല. അദ്ദേഹം നമുക്കൊരു കുഴപ്പം ഉണ്ടാക്കത്തില്ല, തന്റെ ക്ലിയോൺസിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് തനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ് ഡെമേഴ്സൽ. ഗെയിൽ ഡോണിന്റെ കൂടെ ബെഗർഷിപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ ഡോണിന്റെ മനസ്സിൽ തന്നെ പറ്റി ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവന്റെ ചിന്തകളൊക്കെ കൺഫ്യൂഷൻസ് ഒക്കെ ഇവൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചോദിക്ക് ഡോൺ, എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? അത് പിന്നെ മ്യൂളിനെ പോലെ നിനക്കും പവേഴ്സ് ഉണ്ടല്ലോ, നിനക്ക് മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. അല്ല, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ, അതായത് നീ എന്നെ കൺട്രോൾ ചെയ്തിട്ടാണോ ഈ അവസ്ഥയിൽ എത്തിച്ചത്, അതോ ശരിക്കും ഞാൻ എൻ്റെ തീരുമാനപ്രകാരമാണോ നിന്റെ കൂടെ ഇപ്പോൾ വരുന്നത്? അത് പിന്നെ ഡോൺ, കൺട്രോൾ ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, ബട്ട് കുറച്ചൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വന്നു. വാട്ട് എവർ, ഇത്രയൊക്കെ ആയി. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എന്തായാലും ഗെയിൽ പറയുന്ന കാര്യങ്ങളാണ് ശരിയെന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നത് കൊണ്ട് ഇവളുടെ കൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങ് പുതിയ ടെർമിനസിലേക്ക് തിരിച്ചെത്തുന്ന നമ്മുടെ ഹാൻ പ്രിച്ചറെ അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ മേയർ ഇൻബർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും മേയർ ഇൻബറിന് ഇതൊന്നും കേൾക്കണ്ട, ഇവനെ അറസ്റ്റ് ചെയ്തു. സെഫോൺ അവിടെ ഉണ്ടെങ്കിലും അവളും നമ്മുടെ പ്രിച്ചറിനെ എതിർക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട, അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ സമ്മതിക്കത്തില്ല. ഫൗണ്ടേഷനാണ് ഇമ്പോർട്ടൻസ്, ഇവിടെ മേയർ പറയുന്ന കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് അവളും പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് കാൽഗൻ ഇന്ന് ജമ്പ് ചെയ്ത് രക്ഷപ്പെട്ടു പോയ ടോറൻ, ബെയ്റ്റ, മാഗ്നിഫിക്കോ എന്നിവരെയാണ്. കാൽഗൻ പ്ലാനറ്റ് വെച്ച് മ്യൂളിന്റെ ആളുകൾ ഇവരുടെ ഷിപ്പ് ആക്രമിച്ചിരുന്നത് കൊണ്ട് ഇവരുടെ ഷിപ്പിലെ ജെം ഡ്രൈവ് തകരാറിലായിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന പോലെ ടെർമിനസിലേക്ക് ജമ്പ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് ടോറിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു പ്ലാനറ്റിലേക്ക് ഒരിക്കലും തിരികെ പോകരുത് എന്ന് വിചാരിച്ചിരുന്നിടത്തേക്ക് ജമ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവന്റെ അങ്കിൾ റാൻഡോ മാലും ഒക്കെ ഉള്ള ട്രേഡർ അലയൻസ് ഉള്ള ഹേവൻ പ്ലാനറ്റിലേക്ക്. സംഭവം ട്രേഡേഴ്സും ഫൗണ്ടേഷനും തമ്മിൽ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് അവിടെ ചെന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മ്യൂളിനെ പറ്റിയും ഇവരുടെ പ്രശ്നങ്ങളെ പറ്റിയും ഫൗണ്ടേഷൻ നേരിടാൻ പോകുന്ന തേർഡ് ക്രൈസിസിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലുള്ള, ട്രേഡേഴ്സും ഫൗണ്ടേഷനും തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. മാഗ്നിഫിക്കോയുടെ മ്യൂസിക്കിന് ഇതിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടറിയാം. ഇവരുടെയൊക്കെ ഷിപ്പ് തകരാറിലായതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതായി ഹേവൻ പ്ലാനറ്റിലേക്ക് ഒരുമാതിരി വല്ലാത്ത ലാൻഡിംഗ് ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് 3 എണ്ണത്തിന്റെ മുയിരി ബാക്കിയുണ്ട്. ഇവിടെ ബെഗർഷിപ്പിൽ നമ്മുടെ ഗെയിൽ ഡോണിക് വളരെ കാര്യമായിട്ടൊരു ബോക്സിങ്ങിന് എടുത്ത് നോക്കുന്നത് കാണാം. ഡോൺ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് സൈഗോട്ടാണെന്നാണ് പറയുന്നത്. ഇവളുടെ മകൾ സാൽവോർ ഹാർഡിന്റെ ഇതൊരു പെൺകുഞ്ഞാവാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം സാൽവോറും ഗെയിലും മീറ്റ് ചെയ്തപ്പോൾ രണ്ടുപേരും അമ്മയും മകളും ഒരേ പ്രായത്തിലാണെന്നും സാൽവോർ ഇപ്പോൾ ജീവനോടെ ഇല്ല, ഗെയിൽ മാത്രമേ ക്രയോ സ്ലീപ്പിൽ പോയി ഇത്രയും വർഷങ്ങൾ താണ്ടി വന്നിട്ടുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇവൾ പറയുന്നുണ്ട്. ബാക്ക് ടു ഇവരുടെ പ്ലാൻ. ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോലെ കാൽഗൻ ചുറ്റി വളയണമെന്നുണ്ടെങ്കിൽ കൗൺസിൽ മെമ്പേഴ്സിന്റെ പെർമിഷൻ വേണമല്ലോ. വോട്ടെടുപ്പ് നടക്കും, എന്നാൽ എംപയർ ആവശ്യപ്പെടുന്ന പോലെ എല്ലാവരും വോട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇക്കൂട്ടത്തിൽ ഒരു കൗൺസിലർ ടാരിസ്ക് എന്ന വ്യക്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങേരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അങ്ങേറെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് വോട്ടെടുപ്പിൽ ഇവർക്ക് കൂടുതൽ വോട്ട് കരസ്ഥമാക്കി കൗൺസിൽ മെമ്പേഴ്സിന്റെ അപ്രൂവലോടുകൂടി മ്യൂളിനെ എതിർക്കാൻ കാൽഗൻ ചുറ്റി വളയാം. ഇമ്പീരിയൽ ഫോഴ്സസും മ്യൂളിന്റെ ആർമിയും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടായേക്കാം. അങ്ങനെ ഇവർ ക്ലാരിയോൺ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തു. അവിടെയും ചെക്കിംഗ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല, സെക്കൻഡ് ഫൗണ്ടേഷനിലെ ആളുകൾ മെന്റാലിക്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ സഹായത്തോടെ ഗെയിലിനും ഡോൺ എംപയറിനും ഇവിടെ ആക്സസ് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡോൺ എംപയർ കൗൺസിലർ ടാരിസ്കിന്റെ വീട്ടിലെത്തി. ആളോടും ഇന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വോട്ട് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. എംപയർ, നിങ്ങളിത് എന്തോ പറയുന്നേ? എനിക്കങ്ങനെ വോട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ പറയുന്ന പ്ലാൻ വർക്കൗട്ട് ആകുമെന്ന് ഒരു ഉറപ്പുമില്ല. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, എന്റെ ഭാര്യയും മക്കളും ഇപ്പോൾ കാൽഗനിലാണ്. അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് അവരെ എഫക്ട് ചെയ്യും. സോ എനിക്ക് പറ്റില്ല എംപയർ. ഡോൺ എംപയർ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ടാരിസ്ക് മ്യൂളിനെ ഹെൽപ്പ് ചെയ്തു, കാൽഗൻ പിടിച്ചെടുക്കാൻ അവനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ തെളിവുണ്ടാക്കി അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഡോൺ ആഗ്രഹിക്കുന്ന പോലെ ഇയാളെ കൊണ്ട് ചെയ്യിക്കാൻ നിർബന്ധിതനാക്കി. ടാരിസ്കിന് വേറെ വഴിയില്ല, ആളാകെ പെട്ടുപോയി. ഇദ്ദേഹത്തിനാണെങ്കിൽ 8ഉം 10ഉം വയസ്സുള്ള 2 പെൺമക്കളാണ്. കാൽഗനിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് അവരെ കൂടെ അഫക്ട് ചെയ്യും, തന്റെ ഭാര്യയുടെയും മക്കളുടെയും ജീവൻ അപകടത്തിലാകും എന്ന് പറഞ്ഞിട്ടും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഡോൺ എംപയർ ഇങ്ങനെ നിർബന്ധിച്ചതും വേറെ വഴിയില്ലാതെ ടാരിസ്കിന് ഇതൊക്കെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. കൂടാതെ ടാരിസ്കിന്റെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെയും കണ്ടുപിടിച്ചു. ഇവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. മറ്റു വഴിയില്ലാത്തതുകൊണ്ട് എംപയറിന് അവളെ കൊല്ലേണ്ടി വരുന്നുണ്ട്. ദെൻ വോട്ടിങ്ങിലും എംപയർ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. കാൽഗനിലേക്ക് ആർമി അയക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നു. ഇതേ സമയം ഇവിടെ നമ്മുടെ ഹേവൻ പ്ലാനറ്റിൽ റാൻഡോ മാലോ ടോറിനെയും ബെയ്റ്റയും മാഗ്നിഫിക്കോയും ഒക്കെ കണ്ടുപിടിച്ച് അങ്ങേറെ സ്ഥലത്ത് കൊണ്ടുചെല്ലുന്നുണ്ട്. റാൻഡോന്റെ മുത്തച്ഛൻ ഹോബർ മാലോയുടെ വീരസാഹസങ്ങളൊക്കെ പുള്ളിക്കാരൻ ബെയ്റ്റയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര വലിയ സംഭവമായിരുന്നു, എവിടൊക്കെ പോയി എന്തൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നറിയൂ. അങ്ങനെ കൊണ്ടുവന്നതും
ട്രേഡ് ചെയ്ത് നേടിയതായിട്ടുള്ള സാധനങ്ങളും മറ്റുമൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നൊക്കെയുണ്ട്. ട്രേഡേഴ്സ് ഒരുപാട് നാളായി ഫൗണ്ടേഷന്റെ കൂടെ പ്രവർത്തിച്ചു പോകുന്നെങ്കിലും ഇപ്പം അത്ര നല്ല ബന്ധത്തിലല്ലെന്നും ഫൗണ്ടേഷൻ സെൽഡനെ ഫോളോ ചെയ്യുന്ന മണ്ടന്മാരാണെന്നൊക്കെ റാൻഡോ ഇവിടെ പറയുന്നുണ്ട്. കൂടാതെ ഇയാളുടെ നെഫ്യൂ നമ്മുടെ ടോറൻ ട്രേഡിങ്ങിലൊന്നും താല്പര്യമില്ലാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കാൽഗലിലും അവിടെ ഇവിടെയൊക്കെ പോയി അവന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്ത് ജീവിക്കുന്നതും ഇങ്ങേർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. റാൻഡോന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പാരമ്പര്യമാണ്, ഈ കുടുംബത്തിൽ ജനിച്ചവരുടെ ചരിത്രമാണത്, അത് വിട്ടുകളയാൻ പാടില്ല, അത് ഇതെന്നൊക്കെ. ടോറൻ ഇതിനൊന്നും ഒരു താല്പര്യമില്ല. കാലം മാറുന്നതിനനുസരിച്ച് മാറണം, ചരിത്രവും അതൊന്നും പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിടിച്ചുപറിയും മോഷണമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇവരൊന്നും അത്ര നല്ലവരല്ലെന്നറിയാം. നമ്മുടെ ടോറന് 10 വയസ്സുള്ളപ്പോൾ ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അവന്റെ പേരൻസ് മരണപ്പെട്ടു. അതിനുശേഷം അവൻ റാൻഡോ മാലുവിന്റെ കൂടെയാണ് ജീവിച്ചത്. റാൻഡോന് ഒരു മകനുണ്ടായിരുന്നു, ആ കുട്ടിയും അപകടത്തിൽ മരണപ്പെട്ടു. റാൻഡോനും സാരമായി പരിക്ക് പറ്റി, ആൾക്ക് ഒരു കയ്യേ ഉള്ളൂ, ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നീട് കുറേ കാലം ടോറിനെ വളർത്തിയത് റാൻഡോ ആണ്. ഇപ്പൊ രണ്ടാളും അങ്ങോട്ട് ചേരത്തില്ലെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത ടോറിനെ നേരെ നിൽക്കാൻ അവസരം കൊടുത്തത്, അവനെ പല കാര്യങ്ങളും പഠിപ്പിച്ചത് റാൻഡോ മാലു ആണ്. ഹേവൻ പ്ലാനറ്റിന്റെ പ്രത്യേക കണ്ടീഷനൊക്കെ മാഗ്നിഫിക്കോയ്ക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ട പോലെ ടോറൻ അവന്റെ പഴയ കാര്യങ്ങളൊക്കെ മാഗ്നിഫിക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബെയ്റ്റി ആവട്ടെ റാൻഡോ മാലുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇവർക്ക് പുതിയ ടെർമിനസിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എങ്ങനെയും റാൻഡോ മാലുവിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുവാണ്. അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാഗ്നിഫിക്കോ ഒരു മ്യൂസിക് പ്ലേ ചെയ്തു. ഇവന്റെ മ്യൂസിക് യൂസ് ചെയ്ത് മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ, അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ പറ്റുമല്ലോ. ബെയ്റ്റി ആവട്ടെ റാൻഡോനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഫൗണ്ടേഷനുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് ട്രേഡേഴ്സിന്റെ ആവശ്യങ്ങളൊക്കെ അവർ അംഗീകരിക്കണം. ഫൗണ്ടേഷൻ മേയർ ഇൻബർ ആണെങ്കിൽ ഇതിനങ്ങോട്ട് തയ്യാറാവുന്നില്ല. ട്രേഡേഴ്സുമായിട്ടൊരു ചർച്ചയ്ക്ക് പോലും അങ്ങേര് തയ്യാറാവുന്നില്ല. എന്നാൽ ഇപ്പൊ ഇവരുടെ കൂടെ മാഗ്നിഫിക്കോ ഉണ്ടല്ലോ, അവന്റെ മ്യൂസിക് ഭയങ്കര പവർഫുൾ ആണ്. വേണമെന്ന് വെച്ചാൽ പുതിയ ടെർമിനൽസിലേക്ക് പോയാൽ മാഗ്നിഫിക്കോയുടെ കഴിവൊക്കെ യൂസ് ചെയ്ത് ഇൻബറിനെയും ഫൗണ്ടേഷനിലുള്ളവരെയൊക്കെ സ്വാധീനിച്ച് ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു നെഗോഷിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പ്രശ്നങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാതെ രണ്ട് പാർട്ടീസും തമ്മിൽ ഒരു സമവായം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ റാൻഡോ മാലുവും അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതേസമയം ജംഗേറ്റ് വഴി കാൽഗനിലേക്ക് എത്തുന്ന എംപയറിന്റെ ഷിപ്പുകൾ കാൽഗൻ ചുറ്റി വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതൊരു യുദ്ധമായിട്ട് മാത്രമേ കാൽഗനിലുള്ള മ്യൂള് കണക്കാക്കൂ. മ്യൂള് മാത്രമല്ല, എംപയറിന് അധികാരമില്ലാത്ത ഏരിയയിൽ അവർ കടന്നു കയറാൻ ശ്രമിക്കുന്നത് യുദ്ധമായിട്ട് ഫൗണ്ടേഷൻ പോലും കണക്കാക്കുള്ളൂ. ഫൗണ്ടേഷന്റെ സൈഡിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കിക്കോളാമെന്ന് ഗെയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആക്ച്വലി നമ്മുടെ ഗെയിൽ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം ഫസ്റ്റ് ഫൗണ്ടേഷനിലുള്ള ആർക്കും അറിയില്ല. പിന്നെയും സെക്കൻഡ് ഫൗണ്ടേഷന്റെ സ്പൈ ആയിട്ട് ഫസ്റ്റ് ഫൗണ്ടേഷനിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന നമ്മുടെ ഹാൻ പ്രിച്ചർക്ക് മാത്രമേ ഗെയിലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയൂ. എന്നാൽ അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എംപയറിന്റെ ഷിപ്പുകൾ കാൽഗൻ ചുറ്റി വളഞ്ഞതും മ്യൂൾ ക്ലാരിയോൺ സ്റ്റേഷനിലേക്ക് എംപയറിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഹലോ, എന്നെ തേടിയാണോ ഷിപ്പുകൾ അയച്ചത്? സർപ്രൈസ് സർപ്രൈസ്, ഞാനിപ്പോൾ കാൽഗനിലല്ല, എന്നെ അങ്ങ് തീർത്ത് കളയാന്ന് വിചാരിച്ചോ? ഞാൻ നിന്റെയൊക്കെ കയ്യിൽ അകപ്പെടുമെന്ന് കരുതിയോ? വീണ്ടും സർപ്രൈസ്, ആക്ച്വലി നിങ്ങളാണിപ്പോൾ എൻ്റെ കയ്യിൽ പെട്ടിരിക്കുന്നത്. മ്യൂൾ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ജെം ഗേറ്റിന്റെ കൺട്രോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതും ഒരു സ്റ്റാറിന് അടുത്തുള്ള ജെം ഗേറ്റിന്റെ. സ്റ്റാറിലേക്ക് അറ്റാക്ക് ചെയ്ത് ഫ്ലെയർ ഉണ്ടാക്കി ആ ജെം ഗേറ്റിലൂടെ ഫ്ലെയർ കാൽഗൻ പ്ലാനറ്റിൽ റീച്ച് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരുന്നു. എംപയറിനൊന്ന് കണ്ണടച്ചു തുറക്കാനുള്ള സമയം പോലും കിട്ടിയില്ല എന്ന് പറയാം. നിമിഷ നേരം കൊണ്ട് കാൽഗൻ പ്ലാനറ്റ് ഇല്ലാതാവുകയാണ്. കൗൺസിലർ ടാരിസ്കിന്റെ ഭാര്യയും മക്കളും ഇല്ലാതാവുന്നത് അദ്ദേഹത്തിന് കൺമുന്നിൽ കാണാൻ പറ്റി. ഉടനടി തന്നെ ഇവിടെ ക്ലാരിയോൺ സ്റ്റേഷനിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. ഇവിടെയും ജെം ഗേറ്റ് ഉണ്ടല്ലോ. ഡോൺ ആകെ അങ്ങ് തകർന്നുപോയി. എങ്ങനെ അവനിത് മനസ്സിലാക്കി? ഗേൽ പറ, നീയല്ലേ പറഞ്ഞ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലെന്ന്. എങ്ങനെ എൻക്ലോഷറിനെ പറ്റി അവൻ മനസ്സിലാക്കി? ഡോൺ, ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സേഫ് സ്പേസിലെത്തണം. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന ഡോൺ എംപയറിനെ ഇമ്പീരിയൽ സോൾജേഴ്സ് അഥവാ ക്ലാവേജേഴ്സ് തടയുന്നുണ്ട്. അവരും ഇദ്ദേഹത്തെ സേഫ് ആയിട്ടുള്ള എങ്ങോട്ടേലുമാണ് മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിലും നമ്മുടെ ഗേൽ ഇടയ്ക്ക് കയറി അവളുടെ പവേഴ്സ് യൂസ് ചെയ്ത് ഡോണിലൂടെ ഈ ചുറ്റും നിൽക്കുന്ന ഇവരെ എല്ലാവരെയും ഉറക്കി ഇവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. ക്ലാരിയോൺ സ്റ്റേഷന്റെ ഒരു സൈഡിലൂടെ കയറിപ്പോയി 17B-യിലുള്ള മെയിൻ്റനൻസ് എയർലോക്കിൽ എത്താനാണ് നമ്മുടെ ഗേൽ ഡോണിനോട് പറയുന്നത്. ഇതേസമയം ഡെസ്ക് എംപയറിന് ഡോൺ മുമ്പേ അയച്ചിരുന്ന ഒരു സന്ദേശം കിട്ടുന്നുണ്ട്. ഗേലിനെ വിശ്വസിച്ച് അവളുടെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ജസ്റ്റ് നമ്മുടെ ഡെസ്ക് എംപയറിനോട് സോറിയൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുവാണ്. ഡെസ്കിന്റെ അസെൻഷനിൽ, അതായത് അദ്ദേഹം മരിക്കുന്ന ആ ഒരു ചടങ്ങിൽ തനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. ഇനിയൊരു പക്ഷേ വീണ്ടും മീറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഇല്ല എന്നൊരു ധ്വനിയുണ്ട് അതിൽ. ഏതായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന നമ്മുടെ ഡോൺ എംപയർ ഗേലിനെ സംശയം തോന്നിയിട്ട്, ഗേൽ, നീ പറഞ്ഞിരുന്നല്ലേ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന്, സത്യം പറ, മ്യൂൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് നിനക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതിന് അവളുടെ ഉത്തരം അതേ എന്നാണ്. കാൽഗൻ പ്ലാനറ്റ് നശിക്കുമെന്ന് അവൾ മുൻകൂട്ടി കണ്ടിരുന്നു. എന്നിട്ടും ഡോണിനെ യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സെൽഡന്റെ പ്ലാൻ അനുസരിച്ച് ഫൗണ്ടേഷൻ അത്രത്തോളം സ്ട്രോങ് ആയിട്ടില്ല. ഫൗണ്ടേഷൻ സ്ട്രോങ് ആവേണ്ടതുണ്ട്, എംപയർ വീക്ക് ആവേണ്ടതുണ്ട്. ഗാലക്സിയിൽ ഫൗണ്ടേഷൻ ആയിരിക്കണം സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത്. അതിനുവേണ്ടി ഇങ്ങനെ വലിയൊരു സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. മ്യൂളിനെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെ ഉദ്ദേശം. എന്നാൽ അതിന് ഒരുപാട് ആളുകളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു. ഇനിയും ഇങ്ങനെ ഉണ്ടായേക്കാം. എന്തായാലും മ്യൂളിനെ തടഞ്ഞു നിർത്തേണ്ടത് ഗാലക്സിയുടെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഡോണിനെ വീണ്ടും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ദേഷ്യം വന്ന ഡോൺ എംപയർ ഗേൽ പറയുന്നതൊന്നും കേൾക്കാതെ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ കൗൺസിലർ ടാരിസ്ക് ഒരു ഗണ്ണുമായി ഇദ്ദേഹമുള്ള എയർലോക്കിൽ വന്നു. ആളുടെ ഭാര്യയും മക്കളും ഒക്കെ ഇവൻ ഒറ്റയൊരുത്തൻ കാരണം മരിച്ചല്ലോ. ടാരിസ്ക്, വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്, നമ്മളിപ്പോൾ ഒരു എയർലോക്കിലാണ്. ഡോർ ഇപ്പോഴും ഓപ്പൺ ആണ്, നിങ്ങൾ ഷൂട്ട് ചെയ്താൽ വലിയ പ്രശ്നമാവും. പറഞ്ഞത് കേൾക്കാതെ ടാരിസ്ക് ഷൂട്ട് ചെയ്തു. എയർലോക്ക് ഓപ്പൺ ആയി ടാരിസ്കും ഡോൺ എംപയറും സ്പേസിലേക്ക് വീണുപോയി. രണ്ടാളും മരണപ്പെട്ടു. ഇതറിഞ്ഞ് ഗേൽ ഒരുമാതിരി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ദേ നമ്മുടെ ഡെമേഴ്സൽ ഗേലിന്റെ അടുത്ത് വരുന്നു. ആ ഗേൽ ഡോണിക്, 300 വർഷമായാലോ നമ്മൾ കണ്ടിട്ട്, നീ നന്നായിരിക്കുന്നു എന്ന് കരുതുന്നു.